നടക്കാനോ തീരെ പറ്റിയിരുന്നില്ല. പിന്നെ നടക്കുന്നുണ്ട്. നടക്കാൻ പറ്റാതായിട്ട് വന്നതാണോ? ഇപ്പൊ ഇവിടെ നടക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ഭേദമായി. ഭേദമാണ്. എൻ്റെ ഈ സിഫ സിദ്ധ മർമാണി തൈലം തുടർച്ചയായി 15 ദിവസത്തെ ഉപയോഗം കൊണ്ട് വേദനകൾക്ക് ശമനം വന്നില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ ഞാൻ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കുന്നതാണ്. ഈ വാഗ്ദാനം ദൈവത്തോടുള്ള വെല്ലുവിളിയല്ല, ഞാൻ ഉണ്ടാക്കുന്ന മരുന്നിൽ എനിക്കുള്ള വിശ്വാസമാണ് ഞാൻ പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുരുക്കളെ നിങ്ങൾ ഇത്രയും ധൈര്യത്തോടെ ഇങ്ങനെ പറയുന്നത്? ഞാൻ ഈ ചികിത്സാ മേഖലയിൽ ഇപ്പോൾ 30 വർഷത്തോളമായി. എനിക്ക് പാരമ്പര്യമായി കൈമാറി കിട്ടിയതാണ് എൻ്റെ ഈ തൈലം. അത് എൻ്റെ ഗുരുവര്യന്മാരായ അകലാട് നിർവസ്തങ്ങളെ മകനും അതുപോലെ തന്നെ എൻ്റെ എളാപ്പെണ്ണയാണ് അസംഗുരുക്കൾ എന്ന് പറയും പൊന്നാനി. പിന്നെ ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ തൈലം കൊണ്ട് ഒരുപാട് രോഗികൾക്ക് ശമനം ലഭിച്ചിട്ടും ഇപ്പോഴും പല ആളുകളും ഗുരുക്കന്മാരായാലും പല ആളുകളും എന്നിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന തൈലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ തൈലത്തിൽ അതീവ വിശ്വാസമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരീരവേദന, കാൽമുട്ട് വേദന, അതേപോലെ തന്നെ ബാക്ക് പെയിന്, ഇതിന് ആയുർവേദത്തിൽ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഞാനിതിൻ്റെ വീഡിയോ ഒരു പ്രാവശ്യം ചെയ്തതാണ്. എല്ലാവരും അത് ചെയ്ത് ആ വീഡിയോയിൽ നല്ല ഫീഡ്ബാക്ക് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ രണ്ടാമത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ഉള്ളത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ഏതൊക്കെ ദിവസങ്ങളിലാണ് ചികിത്സ ഉള്ളത്, ഡോക്ടേഴ്സ് എപ്പോഴൊക്കെയാണ് ഇവിടെ പരിശോധനയുള്ളത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അമ്മ ഇവിടെ എന്ത് അസുഖമായിട്ട് വന്നതാ? ഇവിടെ നടുവേദനയായിട്ട് വന്നതാ. ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ട്. എത്ര മാസമായി ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട്? 2 മാസമായി ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ നടുവേദന നല്ല ഭേദമുണ്ട്. ഇപ്പം എന്താ അസുഖമായിട്ട് ഇവിടെ വന്നത്? അതിന് മുട്ടുവേദനയായിട്ട് വന്നതാണ്. ഇപ്പോൾ ഭേദമുണ്ടോ? ഭേദമുണ്ട്. ഇവിടെ എത്ര മാസമായി വരാൻ തുടങ്ങിയിട്ട്? 2 മാസമായി. ഇപ്പോൾ ഏകദേശം ഭേദമായി. ഭേദമാണ്. ഇവിടെ ഒരു ഉമ്മ ഉണ്ട്. ഉമ്മ എന്താ അസുഖമായിട്ട് ഇവിടെ വന്ന്? ആമവാദത്തിന്റെ ഇതായിട്ട്. അങ്ങനെ ഭേദമുണ്ടോ? നടക്കാനോ തീരെ പറ്റിയിരുന്നില്ല. നടക്കുന്നുണ്ട്. നടക്കാൻ പറ്റാതായിട്ട് വന്നതാണോ? ഇപ്പൊ ഇവിടെ നടക്കാൻ പറ്റുന്നുണ്ട്. ഉമ്മയ്ക്കോ? കാലുവേദനയായിട്ട് വന്നതാ? മുട്ടുവേദനയായിട്ട് വന്നതാണ്. നീര് വരുന്നതാണ് അല്ലേ? നീര് വരുന്നതാണ്. ഇവിടെ ഒരു ഉമ്മയും കൂടി ഉണ്ട്. ഇവിടെ ഉമ്മ എന്താ അസുഖമായിട്ട് ഇവിടെ വന്ന്? കാലിനാണോ? കാലിന്, കൈക്കും. ഇവിടെ എത്ര മാസമായി വരാൻ തുടങ്ങിയിട്ട്? 3 മാസമായി. എങ്ങനെ കുറവുണ്ടോ? കുറവുണ്ടല്ലേ? എൻ്റെ പേര് മുജീബ് ഗുരുക്കൾ. ഞാനൊരു പാരമ്പര്യ വൈദ്യനാണ്. കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ ട്രഷററാണ്, മലപ്പുറം ജില്ലാ ട്രഷററാണ്. കൂടാതെ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ്റെയും മലപ്പുറം ജില്ലാ ട്രഷററാണ്. പൊതുവായിട്ട് പല മേഖലകളിലും ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടായും ആരോഗ്യ മേഖലയിലൊക്കെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ പഠിച്ച ഈ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ആർക്കും അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ടിയിട്ടൊക്കെ നിൽക്കുന്നവർക്ക് എനിക്ക് ഫോൺ ചെയ്ത എൻ്റെ കഴിവിൻ്റെ സമയം വെച്ചിട്ട് ഞാൻ അവർക്ക് ഒരു പ്രതിഫലം കൂടാതെ തന്നെ സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് തുടർന്നുകൊണ്ടിരിക്കും. നമസ്കാരം ഗുരുക്കളെ. നമസ്കാരം. നമ്മൾ അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അതിൻ്റെ ഫീഡ്ബാക്ക് നല്ല രീതിയിൽ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? പല ആളുകളും വിളിച്ചിരുന്നു, പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയ വീഡിയോ കാണുന്ന ആളുകളുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും കൂടി നമുക്ക് അവതരിപ്പിക്കാം. ഗുരുക്കൾ, ഇവിടെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ, എന്തൊക്കെ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ മെയിനായിട്ട് മർമ്മ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ശരീരവേദനകൾ, കൈകാൽ മുട്ടുവേദന, ജോയിൻറ്റുകളിൽ ഉണ്ടാകുന്ന മടക്കാനും നിവർത്തുകാനൊക്കെ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ, പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾക്ക് നമ്മൾ പ്രശസ്തരായ ആയുർവേദ ഡോക്ടർമാരുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയുർവേദ ഡോക്ടർമാരുടെ കീഴിലാണ് ഇവിടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പാരമ്പര്യമായിട്ട് നിർമ്മിക്കുന്ന ഔഷധങ്ങളെ കൊണ്ടാണ് ചികിത്സ കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ചെയ്യുന്ന ആ ട്രീറ്റ്മെൻറ്റിന് ഒരു കോൺഫിഡൻറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം രോഗികൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. നമുക്ക് പാരമ്പര്യമായി കൈമാറി കിട്ടിയ മരുന്നുകളാണ് കൂടുതലുള്ളത്. ഗുരുക്കൾ ഇവിടെ നിർമ്മിക്കുന്ന തൈലങ്ങൾ ഏതൊക്കെയുള്ളത്? ഇവിടെ
ഇതിൽ ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞ സിഫ സിദ്ധമർമാണി തൈലം, ഇത് ശരീരവേദനകൾക്കൊക്കെ ഉപയോഗിക്കാനുള്ളതാണ്. അതുപോലെ പ്രമേഹ രോഗികൾക്കും ശരീരത്തിൽ ആരോഗ്യം കിട്ടാനും തേച്ച് കുളിക്കാനും ഉത്തമമായ തൈലമാണ് സിഫ സിദ്ധമർമാണി. അതുകൂടാതെ ചങ്ങലമരണ്ട തൈലം, കാൽസ്യക്കുറവ് കൊണ്ടുണ്ടാകുന്ന എല്ലിൻ്റെ ബലക്കുറവ്, പിന്നെ തേയ്മാനം പോലുള്ള വിഷയങ്ങൾക്കും അതുപോലെ തട്ട് മുട്ട് അടി ഇടി വീഴ്ചക്കൊക്കെ കളരിമർമ്മ ചികിത്സയിൽ ഉപയോഗിച്ചിരുന്നതായ തൈലമാണ് ചങ്ങലമരണ്ട തൈലം. അതേപോലെ തന്നെ മറ്റൊരു പാരമ്പര്യ ഔഷധമാണ് സിഫ ശിരോപത്രാധികേരം. അലർജിയുടെ തുമ്മൽ, മൈഗ്രെയിൻ കൊണ്ടുണ്ടാകുന്ന തലവേദന, ഉറക്കക്കുറവ്, അങ്ങനെ സർവ്വ ശിരോരോഗങ്ങൾക്കും പറ്റിയ ഒരു ഔഷധമാണ് ശിരോപത്രാധികേരം. ഇപ്പോൾ ഈ വീഡിയോ പല സ്ഥലത്തുനിന്ന് ആളുകൾ കാണുന്നുണ്ടായിരിക്കും, ദൂരം വഴിക്കുന്നൊക്കെ ആളുകൾ കാണുന്നുണ്ടായിരിക്കും. എങ്ങനെയാണ് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത് ഇവിടെ? നമ്മൾ ദൂരസ്ഥലത്തുള്ള ആളുകളൊക്കെയാണ് വെച്ചെങ്കിൽ നമ്മുടെ വരാൻ പറ്റാത്ത ആളുകൾ കഴിയുന്നത് നേരിട്ട് വന്നിട്ട് ചികിത്സ തേടലാണ് ഉത്തമം. അപ്പോൾ നമുക്ക് അതിൻ്റെ കാരണം കണ്ടെത്തിക്കൊണ്ട് ചികിത്സ കൊടുക്കാൻ പറ്റും. അല്ലാത്ത ആളുകൾക്ക് വരാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായ വിവരം എൻ്റെ വാട്സപ്പ് നമ്പറിൽ വോയിസ് മെസ്സേജ് ചെയ്യാം. അതായത് ഗുരുക്കളുടെ വാട്സപ്പ് നമ്പറിൽ എന്താണ് അവരുടെ ശാരീരിക ബുദ്ധിമുട്ട് അത് വോയിസ് അയക്കുക. വോയിസ് അയച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റേതായ പിന്നെ മനസ്സിലാക്കി അതിൻ്റെ വോയിസ് കേട്ടതിന് ശേഷം നമ്മളുണ്ടാക്കുന്ന പാരമ്പര്യ ഔഷധങ്ങൾ ആദ്യം കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. ദൂര സ്ഥലങ്ങളിലാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർക്ക് പൂർണ്ണമായിട്ട് മാറ്റും. ചില ആളുകൾക്ക് നമുക്ക് വെറും തൈലം കൊടുത്തയച്ചാൽ തന്നെ മാറിക്കൊള്ളുന്നില്ല, എന്നാലും അതിൻ്റേതായ മാറ്റം കാണിക്കും. പൂർണ്ണമായിട്ട് മാറണമെന്ന് കാരണം കണ്ടെത്തേണ്ടത്, ആ അസുഖത്തിന്റെ ആ വേദനയുടെ കാരണം കണ്ടെത്തണം, എന്നാലേ പൂർണ്ണമായി മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ഉണ്ട്. അവരിവിടെ രോഗിയുടെമായി വന്ന അവർക്ക് ആ കാരണത്തെ കണ്ടെത്തിക്കൊണ്ട് നമ്മളതിന് ചികിത്സ കൊടുക്കുന്നതായിരിക്കും. അപ്പം ഏറ്റവും ബെറ്റർ ഇവിടെ വരികയാണ്, വന്ന് ഡോക്ടറെ കണ്ട് കാരണം കണ്ടെത്തി അതിന് പൂർണ്ണമായ രീതിയിൽ ചികിത്സ ഇതാക്കുന്നത് ഉത്തമം. ദൂരത്തുള്ള ആളുകളാണെങ്കിൽ നമുക്ക് തൈലം അയച്ചു കൊടുക്കാം. പ്രായാധികമുള്ള ആളുകൾക്ക് നമ്മൾ ഈ തൈലമൊക്കെ തേച്ച് കുളിക്കുന്നത് വളരെ ഉത്തമമാണ്. ശരീരവേദനകൾ വേദന പോവാൻ, പ്രമേഹ രോഗികൾക്ക് നീർക്കെട്ട് കൊണ്ടൊക്കെ പല ഭാഗത്തും വേദന വരും, ബ്ലഡ് സർക്കുലേഷൻ കുറയും. ഇതിനൊക്കെ ഏറ്റവും ഉത്തമമാണ് തേച്ച് കുളിക്കാൻ. യാതൊരുവിധ കെമിക്കലും ഇല്ല, പാരമ്പര്യ വിധി പ്രകാരം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഈ മരുന്നിലും നല്ല വിശ്വാസമാണ്. ഗുരുക്കളെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ കുറേ ആളുകൾക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു, ഗുരുക്കളെ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, തൈലം ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് കുറവാണെന്നുള്ള പരാതികളുണ്ടായിരുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇത് പാരമ്പര്യമായി കിട്ടിയ ഒരു മരുന്നാണ് ഈ മർമാണി തൈലം. അത് അതിൻ്റേതായ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തയ്യാറാക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് ചില ആളുകൾക്ക് വഴുകിയിട്ടുള്ളത് സത്യം തന്നെയാണ്. പിന്നെ വിളിച്ചാൽ എടുക്കാത്തത് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ വോയിസ് ആയിട്ട് വിടാനും അവർക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാവർക്കും നേരത്തെ തന്നെ മരുന്നുകൾ എത്തിക്കാൻ ശ്രമിക്കും. ഏതൊക്കെ ദിവസങ്ങളിലാണ് ഇവിടെ പരിശോധന ഉള്ളത്? തിങ്കൾ, ബുധൻ, വ്യാഴം, ശനി. ഏതൊക്കെ സമയങ്ങളിലാണ്? രാവിലെ തൊട്ടിട്ട് വൈകിട്ട് 4 മണി വരെ ഉണ്ട്. ശനിയാഴ്ച ദിവസം പ്രത്യേകം ഈ അരിമ്പാറ, പാലുണ്ണി, അതുപോലെ വെരിക്കോസ് വെയിൻ, അൾസർ അങ്ങനെയുള്ളതിനൊക്കെ പ്രത്യേക ട്രീറ്റ്മെൻ്റ് തന്നെ ഉണ്ട്. അത് വരുന്നതിന് മുൻപ് ഈ വാട്സപ്പ് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരണം. ഇന്നിവിടെ പാരമ്പര്യ വൈദ്യ കുടുംബത്തിലെ ഡോക്ടർ ഫിജിൻ ബക്കർ എല്ലാ ആഴ്ചയിലും ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇന്ന് ഇവിടെ ഇപ്പോൾ നിലവിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ചാൽ ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് പ്രത്യേകം നിങ്ങളോട് പറയുന്നത്. എൻ്റെ പേര് ഡോക്ടർ ഫിജിൻ ബക്കർ പെരിങ്ങാട്ടുതൊടിയിൽ നിന്നാണ്. ഞാൻ വളാഞ്ചേരി ഇരുമ്പിളിയം എന്ന് പറഞ്ഞൊരു ദേശത്താണ് എൻ്റെ വീട്. പ്രശസ്തമായ ആയുർവേദ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗം കൂടിയാണ്. എനിക്ക് ഇവിടെ സ്പെഷ്യലായിട്ട് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരിക്കോസ്, അതായത് വെരിക്കോസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വെരിക്കോസിൻ്റെ ഈ കടച്ചിൽ, ചൊറിച്ചിൽ, കഴപ്പ്, അതുപോലെ ഈ ഞരമ്പ് തള്ളി വരുന്നത്, ആ പ്രോബ്ലങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജോയിൻറ്റ് പെയിൻ, അതായത് ഓർത്തോപരമായിട്ടുള്ള എന്ത് പ്രോബ്ലത്തിനും എൻ്റെ അടുത്ത് ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതായത് കാരണങ്ങളനുസരിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്, നമ്മളെ ഈ മുഖത്തുള്ള പാലുണ്ണി, അരിമ്പാറ മുതലായവ, അതുപോലെ തന്നെ കയ്യിൽ അരിമ്പാറ വരുന്നത്, കാലിൽ ആണി രോഗങ്ങൾ, അതിനൊക്കെ എൻ്റെ അടുത്ത് ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. ഒരിക്കലും നമ്മൾ ഈ ക്ലിനിക്കിൻ്റെ കറക്റ്റ് അഡ്രസ്സ് ഒന്ന് വ്യക്തമായിട്ട് പറയാമോ? പറയാം. മലപ്പുറം ജില്ലയിൽ പൊന്നാനി പൊറുങ്ങ് പള്ളിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ലിനിക്ക് നിലവിലുള്ളത്. അത് കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്ന് പുത്തമ്പള്ളി റോഡിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ പൊറുങ്ങ് പള്ളിപ്പടി എന്ന് പറയുന്ന സ്ഥലം. അവിടെ നമ്മൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരണം. കാരണം പല ആളുകൾക്കും വന്നിട്ട് ചിലപ്പോൾ ഇവിടുന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് അത് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരലാണ് ഉത്തമം. അപ്പോൾ നമ്മളെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ക്ലിനിക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്.
അപ്പോൾ ദൂരം വഴിക്ക് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ഗുരുക്കളുടെ നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും മുട്ടുവേദന കൊണ്ടോ ബാക്ക് പെയിൻ കൊണ്ടോ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.